ഇന്ന് ഞാനിവിടെ നല്ലൊരു മാങ്ങ കൊണ്ടുള്ള ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. അത് പച്ചമാങ്ങ കൊണ്ട്. ഞങ്ങളിവിടെ നോർത്ത് ഇന്ത്യക്കാർ ഈ ചൂട് കാലത്ത് എന്ന് പറഞ്ഞാൽ ഈ സമയമാകുമ്പോൾ ഏപ്രിൽ മെയ് ആകുമ്പോഴത്തേക്ക് വളരെയധികം ചൂടാണ്. ആ സമയത്ത് ചൂടടിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ പച്ചമാങ്ങയൊക്കെ തയ്യാറാക്കി അത് ജ്യൂസായിട്ട് കഴിക്കാറുണ്ട്. ഞാനതാണ് ഇന്നിവിടെ കാണിക്കുന്നത്. നിങ്ങളിതുപോലെ തയ്യാറാക്കി നോക്കുക. ചൂടില്ലെങ്കിൽ കുഴപ്പമില്ല. ഇതുപോലെ പച്ചമാങ്ങയൊക്കെ ജ്യൂസായിട്ട് അടിച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതിനായി ഞാൻ ഇവിടെ 2 മാങ്ങ എടുത്തിട്ടുള്ളൂ. 2 മാങ്ങ ആവശ്യത്തിനുണ്ട്, അത് മതി. 2 മാങ്ങ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കണം. വേണമെങ്കിൽ ഇത് തൊലി കളയാതെ തന്നെ കുക്കറിനകത്ത് നമുക്ക് പുഴുങ്ങിയെടുക്കാം. പക്ഷേ എളുപ്പമായിട്ട് എനിക്ക് തോന്നിയത് ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാനിതിവിടെ തൊലി കളഞ്ഞെടുത്തത്. തൊലി കളഞ്ഞതിന് ശേഷം ഇതൊന്ന് ഇനി ചെറുതായിട്ട് അരിഞ്ഞ് അതിൻ്റെ പൾപ്പ് എടുക്കണം. ഇതുപോലെ ഞാനിതിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് ചെറുതായി അരിഞ്ഞ് കൊടുത്തതിന് ശേഷം വെള്ളമൊഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിന് സമയമുള്ളവർക്ക് കുക്കറിനകത്ത് വേവിച്ചെടുക്കാം. മിക്ക പേരും കുക്കറിനകത്ത് തന്നെ അത് വേവിച്ചെടുക്കണം, മുഴുവനോടെ ഇട്ട് തൊലിയൊന്നും കളയാതെ. പിന്നീട് അതിൻ്റെ പൾപ്പ് എടുത്താൽ മതി. ഇതുപോലെ ഞാനിവിടെ എല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു, ഇത് വേകാൻ വേണ്ടി മാത്രം, പെട്ടെന്ന് വെന്ത് കിട്ടും. അത് വേകാൻ വേണ്ടി മാത്രം വെള്ളം ഒഴിച്ച് ഞാനിത് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കുക. ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോയൊക്കെ ആയിട്ട് പിന്നെ ഞാൻ വരും. പിന്നെ ഇവിടുത്തെ നോർത്ത് ഇന്ത്യയിലെ വിശേഷങ്ങൾ, അങ്ങനെ ചെറിയ കാഴ്ചകളൊക്കെ ആയിട്ട് എൻ്റെ വീഡിയോ മുമ്പോട്ട് പോകുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അഭിപ്രായം അറിയിക്കുക. മാങ്ങയെല്ലാം ഒന്ന് വെന്തതിന് ശേഷം ഇനി ഇത് നമുക്കൊന്ന് കോരിയെടുത്ത് ഇത് തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷം വേണം ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കേണ്ടത്. അതിൻ്റെ കൂടെ കുറേ ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കണം. ഇത് തണുത്തതിന് ശേഷം ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കി ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾ തീർച്ചയായും വീട്ടിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കുക. വളരെ ടേസ്റ്റിയാണ്, കുട്ടികൾക്ക് കൊടുക്കാൻ വളരെ നല്ലതാണ്. അതിനോടൊപ്പം ഞാൻ പുതിനയില ചേർത്ത് കൊടുത്തു. പിന്നെ പഞ്ചസാര ചേർത്ത് കൊടുത്തു. ഷുഗർ പേഷ്യൻ്റ് ആണെങ്കിൽ പഞ്ചസാര ഒഴിവാക്കാം. അത് കഴിഞ്ഞ് ജീരകത്തിൻ്റെ പൊടി ചേർത്തു. പിന്നെ അതിന് ശേഷം ഉപ്പ് ചേർത്തു. ഉപ്പ് ചേർത്തതിന് ശേഷം കാലാ നമക് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കറുത്ത ഉപ്പാന്ന് തോന്നുന്നു, അതുകൂടി ചേർത്ത് ഞാനിതൊന്ന് അരച്ച് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇതുപോലെ പൾപ്പാണ് എടുത്തത്. ഇത് വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. 2 ആഴ്ച വരെയൊക്കെ കേടുകൂടാതെ നമുക്ക് കുപ്പിയിലാക്കി വെച്ച് ഇതുപോലെ ഉപയോഗിക്കാം. അല്ല ഞാൻ ഗ്ലാസ്സിലാക്കിയത്തേക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ഗ്ലാസ് വെള്ളത്തിനുള്ളതാണ് എടുക്കുന്നത്. ഇവിടെ 2 സ്പൂൺ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം. തണുത്ത വെള്ളം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ സാദാ വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ ഐസ് ക്യൂബ് ഇട്ടാൽ മതി. ഞാനിവിടെ തണുത്ത വെള്ളം ചേർത്ത് കൊടുത്ത് ഇത് നമുക്ക് നല്ലവണ്ണം ഇളക്കി കൊടുക്കണം സ്പൂൺ കൊണ്ട്. അതിനുശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഐസ് ക്യൂബ് ചേർത്ത് ഉപയോഗിക്കാം. വെള്ളം തണുത്താണെങ്കിൽ പിന്നെ ഐസ് ക്യൂബ് ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ 1-2 മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. നോർത്ത് ഇന്ത്യക്കാർ ഇതുപോലെ എപ്പോഴും തയ്യാറാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് തയ്യാറാക്കുമ്പോൾ പച്ചമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നവരുണ്ട്. ഞാനതൊന്നും ചേർത്ത് കൊടുത്തില്ല. അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ പല മെത്തേഡുകൾ കാണിക്കാറുണ്ട്. ഞാൻ എൻ്റെ രീതിയിലാണ് ഇതിവിടെ തയ്യാറാക്കിയത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.